ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ അർജന്റീനക്ക് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. കൊളംബിയയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. ആദ്യം ഡയസിലൂടെ കൊളംബിയ ലീഡെടുത്തു. പക്ഷേ പിന്നീട് തിയാഗോ അൽമേഡ അർജന്റീനക്ക് വേണ്ടി തിരിച്ചടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മത്സരത്തിൽ സമനില പിറന്നിട്ടുള്ളത്. മത്സരത്തിന്റെ 24ാമത്തെ മിനിറ്റിലാണ് ഡയസിന്റെ കിടിലൻ ഗോൾ പിറന്നത്. ഇടത് വിങ്ങിലൂടെ അദ്ദേഹത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഏകദേശം 4ഓളം വരുന്ന അർജന്റീൻ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഡയസ് ആ ഒരു കിടിലൻ ഗോൾ നേടിയിട്ടുള്ളത്. ഇതോടുകൂടി ആദ്യ പകുതിയിൽ അർജന്റീന ഈ ഒരു ഗോളിന് പിറകിലായി. പിന്നീട് 71ാമത്തെ മിനിറ്റിൽ അർജന്റീൻ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തു പോകേണ്ടി വരികയായിരുന്നു. അതായത് എതിർ താരത്തെ അദ്ദേഹം ചവിട്ടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തലക്ക് അതല്ലെങ്കിൽ മുഖത്തായിരുന്നു ചവിട്ടിയിരുന്നത്. ഇതോടുകൂടിയാണ് എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത്. പിന്നീട് മത്സരത്തിന്റെ 81ാമത്തെ മിനിറ്റിൽ തിയാഗോ അൽമേഡയുടെ ഗോൾ പിറന്നത്. ഒരു കിടിലൻ ഗോൾ തന്നെയാണ് അൽമേഡ നേടിയിട്ടുള്ളത്. പലാസിയോസിന്റെ പാസ് സ്വീകരിക്കുന്നു, എന്നിട്ട് ഒരു കിടിലൻ ഷോട്ട് അൽമേഡ ഉതിർക്കുന്നു. നിലം പറ്റയുള്ള ഷോട്ട് വലയിൽ തുളക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മത്സരത്തിൽ സമനില ഇപ്പോൾ പിറന്നിട്ടുള്ളത്. ലയണൽ മെസ്സി മത്സരത്തിൽ കളിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു. 78ാമത്തെ മിനിറ്റ് വരെയാണ് മെസ്സി കളിച്ചിട്ടുള്ളത്. അർജന്റീന മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗോളുകൾ കൂടുതൽ നേടാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. ഏതായാലും പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 16 മത്സരങ്ങളിൽ നിന്ന് 35 പോയിന്റാണ് ഇപ്പോൾ അർജന്റീനക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.